ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു കിച്ചൺ ഓർഗനൈസേഷൻ വീഡിയോ ആണ്. എൻ്റെ അടുക്കള ഞാൻ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തേക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതൊരു റെന്റഡ് അപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ചെറിയൊരു കിച്ചൺ സ്പേസ് ആണ് ഉള്ളത്. ഇതാണ് എൻ്റെ കിച്ചൺ. കിച്ചൻ്റെ അകത്ത് തന്നെയാണ് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇതൊക്കെ കിച്ചൻ്റെ അകത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കിച്ചൺ ഓർഗനൈസിങ് ഐഡിയാസോ അല്ലെങ്കിൽ ടിപ്സോ ഒക്കെ കിട്ടുമെന്ന് വിചാരിക്കണം. കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഹോൾഡർ ഉണ്ട്. അതിനകത്ത് അത്യാവശ്യത്തിന് കിച്ചൺ ടവലും അതേപോലെ തന്നെ ടിഷ്യൂ പേപ്പറിൻ്റെ റോളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടവൽ ഹോൾഡറാണ്. നമ്മൾ ബാത്റൂമിലൊക്കെ നമ്മൾ ടവൽ ഇടില്ലേ, ആ ഹോൾഡറാണ്, ടവൽ റെയിലാണ്. അപ്പം ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഈസി ആയിട്ട് ടിഷ്യൂ പേപ്പർ നമുക്ക് എടുക്കാം. പിന്നെ 2 ടവൽസ് ഉണ്ട്. ഒന്ന് കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും പിന്നെ ഒന്ന് കൈ തുടയ്ക്കാനും. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കൗണ്ടർ ടോപ്പിൽ ഞാനൊരു ട്രേ വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് എപ്പോഴും ആവശ്യമില്ല, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ ഈ ട്രേയിലാണ് വെച്ചിരിക്കുന്നത്. പഞ്ചസാരയും പിന്നെ ചായപ്പൊടിയും പിന്നെ അത്യാവശ്യം പാചകത്തിനുള്ള വെളിച്ചെണ്ണ, പിന്നെ ഈ പാത്രത്തിനകത്ത് ഉപ്പാണ് ഇരിക്കുന്നത്, പിന്നെ ചതയ്ക്കാനുള്ള ചെറിയൊരു കല്ല്, പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഫ്ലവർ വേസും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കുക്കിംഗ് റേഞ്ച് ഉള്ളത്. ഇത് 4 ബർണറിൻ്റെ ആണ്. ഇതിൻ്റെ താഴെ തന്നെ ഓവനുമുണ്ട്. നമുക്ക് ബേക്കിങ്ങും ഗ്രില്ലിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും. ഞാൻ വല്ലപ്പോഴൊക്കെ ഓവൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ബ്രെഡ് ഉണ്ടാക്കാറുണ്ട് വല്ലപ്പോഴും. മോളുടെ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇടയ്ക്ക് കേക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കാറ്. ഓവൻ അങ്ങനെ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. പിന്നെ ഇവിടെ ചെറിയൊരു സ്പൂൺ ഹോൾഡറിനകത്ത് അത്യാവശ്യം വേണ്ട ചെറിയ സ്പൂണുകളും പിന്നെ കത്തിയും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്, ഫോർക്ക് അതൊക്കെ. അടുത്ത് തന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ചെറിയൊരു ബാസ്ക്കറ്റ് വെച്ചിട്ട്, ഒരു നെറ്റിൻ്റെ ബാസ്ക്കറ്റ്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് മഗ് ഹാങ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ടൈം പീസും മേലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോർണറിലായിട്ട് ഒരു മൈക്രോവേവ് ഓവൻ ഉണ്ട്. ഒരു 5 വർഷത്തിന് മേലെയായി ഞാൻ ഈ ഓവൻ യൂസ് ചെയ്യുന്നു. നല്ല ഓവനാണ് കേട്ടോ, പാനസോണിക്കിൻ്റെ ആണ്. ഓവൻ്റെ മേലെ ഒരു ട്രേയിൽ ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും സവാളയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഒത്തിരി വെയിറ്റ് നമുക്ക് ഓവൻ്റെ മേലെ വെക്കാൻ പറ്റില്ല, അപ്പോൾ എല്ലാം കുറച്ചേ ഉള്ളൂ. ആ ട്രേ ഇരിക്കുന്നതിൻ്റെ ആ ഒരു വൃത്തികേടൊന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫ്ലവർ വേസ് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഈ സൈഡിൽ തന്നെ വിൻഡോ ആണ് കേട്ടോ. വിൻഡോ ആണെങ്കിലും നമുക്ക് പുറത്തോട്ട് നോക്കുമ്പോൾ അധികമൊന്നും കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല, കാരണം അപ്പുറത്ത് ബിൽഡിംഗ് ആണ്, ക്ലോസ്ഡ് ആണ് ആ ഏരിയ. സൈഡിൽ ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് വാഷ് ഏരിയ ആണ്. 2 സിങ്ക് ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഡിഷ് വാഷ് ലിക്വിഡും അതേപോലെ തന്നെ ഹാൻഡ് വാഷും സ്ക്രബും സ്പഞ്ചും ഒക്കെ വെച്ചേക്കുന്നതായിട്ടൊരു ഹോൾഡറുണ്ട് ചെറിയ. ഇത് ഞാൻ സഫീർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. കാർഫറിലും കിട്ടും ഇത് സെയിം തന്നെ, ഈ സെയിം മോഡൽ തന്നെ ഞാൻ അവിടെയും കണ്ടിട്ടുണ്ട്. പിന്നെ 1-10 ഷോപ്പിലൊക്കെ ഇതിൻ്റെ വേറെ മോഡലൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല ചീപ്പാണ് കേട്ടോ. ഇതുപോലത്തെ ഹോൾഡർ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇതിലിങ്ങനെ വെക്കുമ്പോൾ നല്ല നീറ്റായിട്ട് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കും. പിന്നെ സിങ്കിൻ്റെ അടുത്തായിട്ട് കോർണറിലായിട്ട് പാത്രങ്ങളൊക്കെ വെച്ചേക്കുന്ന ഒരു ഡിഷ് റാക്ക് ഉണ്ട്. എപ്പോഴും നമ്മൾ ഡിഷ് റാക്കുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ താഴെ ട്രേ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപകാരമാണ്. കാരണം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം താഴോട്ട് വീണ് താഴെ വൃത്തികേടാവില്ല, ഈ ട്രേയിലേ വീഴുള്ളൂ. അപ്പോൾ ട്രേ ഉള്ള ഡിഷ് റാക്ക് വാങ്ങിക്കാൻ നോക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴെയാണ് വാഷിംഗ് മെഷീനുകൾ വെച്ചിട്ടുള്ളത്. വാഷിംഗ് മെഷീൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഫ്രിഡ്ജും ഉണ്ട്. ചുമലിൽ ഒരു വോൾ ഹാങ്ങിങ് ബാഗ് ഉണ്ട്, ഒരു സ്റ്റോറേജ് ബാഗ് പോലെ. നമുക്ക് ഇഷ്ടമുള്ള അലർജിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ കിറ്റിലാക്കിയൊക്കെ വെക്കില്ലേ ചിലപ്പോൾ, അപ്പോൾ പിന്നീട് നമുക്കത് ഓർമ്മയുണ്ടാവില്ല എന്താണ് കിറ്റിനകത്ത് എന്നുള്ളത്. ചിലപ്പോൾ കിറ്റ് കെട്ടിയൊക്കെ വെച്ചേക്കായിരിക്കും. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ മേലെ ഈ പെർമനൻറ്റ് മാർക്കർ വെച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പെർമനൻറ്റ് മാർക്കർ കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ മിക്സി ജാറിൻ്റെയും സ്ക്രൂ അതേപോലെ തന്നെ പ്രഷർ കുക്കറിൻ്റെ സ്ക്രൂ ഒക്കെ മിക്കവാറും ലൂസായി വരുമ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ടൈറ്റൻ ചെയ്തെടുക്കും. പിന്നെ കുറച്ച് ബാൻഡേഡ്, മിക്കവാറും എൻ്റെ അശ്രദ്ധ കാരണം ബാൻഡേഡിൻ്റെ ആവശ്യം വരാറുണ്ട്. പിന്നെ കുറച്ച് ഹുക്സ് ഉണ്ട് ഇതുപോലത്തെ. ഇതിൻ്റെ യൂസസ് ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ സൈഡിലായിട്ട് ഫ്രിഡ്ജാണ്. കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുന്ന ഡോറ് ഫ്രിഡ്ജിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ്. ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ കാണണേ. ഈ സ്ക്രീനിൻ്റെ മേലെ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇത് ഡോറിൻ്റെയും ഫ്രിഡ്ജിൻ്റെയും ഇടയിൽ കുറച്ച് സ്പേസ് ഉണ്ട് എനിക്ക്. ഈ ഒരു സ്പേസിലായിട്ട് ചൂലും അതുപോലെ തന്നെ തറ തുടയ്ക്കുന്ന സാധനങ്ങളും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ താഴെ വൈപ്പറും തൂത്തുവാരിയും ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊരു ഹുക്സ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഹുക്സ്, സ്റ്റിക്കി ഹുക്സ്, അത് സ്റ്റിക്ക് ചെയ്തിട്ട് അതിനകത്ത് തൂക്കിയിട്ടേക്കുവാണ്. പിന്നെ ഒരു കലണ്ടറും കൂടിയിട്ട് ഇതുപോലെ ഹാങ് ചെയ്തിട്ടുണ്ട്. കലണ്ടറും അതേ ആ സ്റ്റിക്കി ഹുക്സിലാണ് തൂക്കിയിട്ടേക്കുന്നത് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ഒരു ഹോൾഡറിനകത്ത് ഒരു പെന്നും കുറച്ച് കടലാസിൻ്റെ കഷ്ണങ്ങളും ഉണ്ട്.
സ്റ്റിക്കി നോട്ട്സ് ആയാലും മതി. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും കിച്ചണിലെ സാധനങ്ങളൊക്കെ തീർന്നു പോകും അപ്പോൾ നമ്മൾ എഴുതി വെക്കാം ഈ നോട്ടിനകത്ത്. നമുക്ക് എന്തെങ്കിലും റിമൈൻഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതി വെക്കാം. സ്റ്റിക്കി നോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അതിൽ എഴുതിയിട്ട് ഫ്രിഡ്ജിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. കാണുന്ന കാര്യങ്ങളൊക്കെ ഇത്രയാണ് കേട്ടോ. ഇതാണ് കിച്ചണിന് പുറമേ കാണുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് കബോർഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം. കബോർഡ്സിനകത്തൊക്കെ എന്തൊക്കെയാണ് വെച്ചിരിക്കണേന്ന് നോക്കാം. ഡോറിൻ്റെ അകംവശമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇതുപോലെ ഹുക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ സ്പേസ് ഒക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും മാക്സിമം. അത് നമുക്ക് എന്ത് വേണമെങ്കിലും ഹാങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട്. പിന്നെ അകത്ത് 2 വലിയ ബോക്സുകളിലായിട്ട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോക്സിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഒരു വട്ടം ഓപ്പൺ ചെയ്ത കവറുകളാണ്. അപ്പോൾ എല്ലാം നമുക്ക് ടിന്നിലിട്ട് വെക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു ട്രേയിലോ അല്ലെങ്കിൽ സ്റ്റോറേജ് ബോക്സുകളിലോ ഒക്കെ നല്ലപോലെ സേഫായിട്ട് സീൽ ചെയ്തിട്ട് ഇതുപോലത്തെ ക്ലിപ്പ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ടോ നമുക്ക് അടുക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല നീറ്റായിട്ട് ഇരുന്നോളും. സാധനങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നല്ല എളുപ്പവുമാണ്. പിന്നെ ബാക്കിൽ വെച്ചേക്കുന്ന കവറുകളൊന്നും ഓപ്പൺ ചെയ്യാത്തതാണ്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന എക്സ്ട്രാ പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറേ അരിപ്പൊടിയുടെ കവറുകളും ഒക്കെയാണ് ബാക്കിലിരിക്കുന്നത് കേട്ടോ. പിന്നെ താഴെ വെച്ചിരിക്കുന്നത് അരിയും അതേപോലെ തന്നെ പച്ചരിയും ഗോതമ്പ് പൊടിയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഷെൽഫിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഡ്രോയറിനകത്ത് നമുക്ക് ഡെയിലി ആവശ്യമുള്ള സ്പൈസസ് ചെറിയ ചെറിയ ടിന്നുകളിലാക്കിയിട്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതുപോലത്തെ പൊടികളെല്ലാം ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തെ ഡ്രോയറിലായിട്ട് കുറച്ച് മിക്സ്ഡപ്പ് ആയിട്ടുള്ള സാധനങ്ങളാണ്. തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ലാത്ത സാധനങ്ങളാണ്. നമ്മളെ ചട്ടിയുടെ അടിയിലൊക്കെ വയ്ക്കുന്ന തിരി, പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണുകൾ, നെയ്യുണ്ട്, തേൻ, പിന്നെ കുറച്ച് എസെൻഷ്യൽ ഓയിലുകൾ, പുൽത്തൈലം. പിന്നെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം ഇതുപോലത്തെ ക്ലിപ്പുകൾ. നേരത്തെ കണ്ടില്ലായിരുന്നോ, ഞാൻ ഇത് വെച്ചിട്ടാണ് ആ കവറുകളെല്ലാം, ഓപ്പൺ ചെയ്ത കവറുകളെല്ലാം സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ശരിക്കും ബൈൻഡർ ക്ലിപ്പ് എന്നാണ് കേട്ടോ പറയാം. ഞാൻ അങ്ങനെ പറയാറൊന്നുമില്ല, വെറുതെ ക്ലിപ്പ് എന്ന് തന്നെയാണ് പറയാം. പിന്നെ കുറച്ച് റബ്ബർ ബാൻഡ് ഉണ്ട്. റബ്ബർ ബാൻഡ് ഇപ്പോൾ ഈ ക്ലിപ്പിന് പകരം നമുക്ക് റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാം. റബ്ബർ ബാൻഡ് വെച്ചിട്ടും ഈ കവറുകളൊക്കെ ലോക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഇതിനകത്ത് കുറച്ച് ടീ ബാഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഡ്രോയറിനകത്ത് ഒരു ഡ്രോയർ ഓർഗനൈസറിലാണ് ഞാൻ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് സ്പൂണുകളും സിസേഴ്സും ലെമൺ ജ്യൂസറും പിന്നെ ഇടിയപ്പത്തിൻ്റെ പ്രസ്സൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഈ ഒരു സൈഡിലായിട്ട്. പിന്നെ മെഷറിംഗ് സ്പൂണുകൾ, മെഷറിംഗ് കപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വുഡൻ ആയിട്ടുള്ള സ്പൂണുകൾ ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. ഈ സ്പൂണുകളൊന്നും ഞാൻ ഡെയിലി യൂസ് ചെയ്യണമല്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ ഇതൊക്കെ എടുക്കാറുള്ളൂ. മെഷറിംഗ് സ്പൂണും കപ്പും ഒക്കെ എപ്പോഴും ആവശ്യമുള്ളതാണ്, പക്ഷെ ബാക്കിയൊക്കെ വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് എല്ലാം കൂടി മിക്സായി പോവില്ല. അപ്പം എപ്പോഴും നല്ല നീറ്റായിട്ട് ഓരോന്നും അതിൻ്റെ സ്ഥാനത്തിരുന്നോളും. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ താഴത്തെ ഡ്രോയറിലായിട്ട് ബേക്കിങ്ങിൻ്റെയും പിന്നെ ഗ്രില്ലിങ്ങിൻ്റെയും ഒക്കെ സാധനങ്ങളാണുള്ളത്. കുറച്ച് സ്ട്രോ, പിന്നെ സ്ക്യൂവേഴ്സ്, പോപ്സിക്കിൾ സ്റ്റിക്ക്, അത്യാവശ്യത്തിനുള്ള അലുമിനിയം ഫോയില്, പിന്നെ ബേക്കിങ്ങിൻ്റെ സാധനങ്ങളാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. പിന്നെ ഇതൊരു ലോഫ് പാനാണ്, നമ്മൾ ബ്രെഡൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ച് സീലിംഗ് ക്ലിപ്സും ഉണ്ട്. പിന്നെ ഈ ഒരു ബോക്സിനകത്ത് കിച്ചൺ ടവലുകളെല്ലാം ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഈ ഡ്രോയേഴ്സിനകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെയുള്ള ഷെൽഫിൽ നട്ട്സും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരി മുളക് ഉപ്പിലിട്ടതാണ് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഹോം മെയ്ഡ് ഗീ ആണ്, ഇത് അമ്മ തന്നു വിട്ടതാണ്. ഗീ ബോട്ടിലിന് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ കയ്യിൽ നമ്മൾ ഈ ബോട്ടിൽ പിടിക്കുമ്പോൾ ഗീ നമ്മുടെ കയ്യിലാവാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഒരു ചെറിയ സോക്സ്, മോളുടെ ഒരു സോക്സ് കട്ട് ചെയ്തിട്ട് ഇതിലിട്ടിരിക്കണതാണ് കേട്ടോ. അപ്പോൾ അത് എടുക്കുമ്പോൾ നമ്മുടെ കൈ എപ്പോഴും നീറ്റായിട്ടിരിക്കും. നമ്മുടെ കയ്യിൽ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്നും ആവില്ല. ഓയിലിൻ്റെ ബോട്ടിൽ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും, നല്ലതാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒലിവ് ഓയിലും സൺഫ്ലവർ ഓയിലും പിന്നെ എക്സ്ട്രാ ഉള്ള വെളിച്ചെണ്ണയും വിനാഗിരിയും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും മേലത്തെ ഷെൽഫിൽ സോസുകളാണ് വെച്ചിട്ടുള്ളത്, പാസ്ത, ഗ്രീൻ ടീ അതൊക്കെയാണുള്ളത്. സോസുകളൊന്നും നമുക്ക് എപ്പോഴും എടുക്കണ്ടല്ലോ, എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളല്ല, അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മേലെ വെച്ചിരിക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്തെ കബോർഡിലായിട്ട് മിക്സിയുടെ എക്സ്ട്രാ ജാറുകളും ഹാൻഡ് മിക്സറും ഒക്കെയാണുള്ളത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലെ കബോർഡിലായിട്ട് കടല, പരിപ്പ്, പയറ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇതിലാണ് വെച്ചിരിക്കുന്നത്. മേലത്തെ ഷെൽഫിലേക്ക് എനിക്ക് ഒട്ടും കഴിയത്തില്ല, അപ്പം ഞാൻ ചെയറിൽ കയറിയിട്ടാണ് മിക്കവാറും എല്ലാം എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഡോറിൽ ഹുക്ക് വെച്ചിട്ട് ഞാൻ കട്ടിംഗ് ബോർഡ് തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം സ്നാക്സ് ഒക്കെയാണ് കേട്ടോ. ഈ ബോക്സ് ഞാൻ മിക്കപ്പോഴും മേലത്തെ ഷെൽഫിലാണ് വെക്കാറ്, കാരണം മോളുടെ കണ്ണിൽ പെടാത്ത സ്ഥലത്താണ് വെക്കാറുള്ളത്. പിന്നെ ഞാൻ എടുത്ത് താഴെ വെച്ചു. ഇപ്പോൾ ബോക്സിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ഇത് മേലോട്ട് എപ്പോൾ വേണമെങ്കിലും എടുത്ത് മാറ്റി വെക്കാൻ പറ്റും.
പിന്നെ ഈ താഴത്തെ ബോക്സിലാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ ഗ്രേറ്ററും പിന്നെ വലിയ കത്തിയും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. ഈ ബോക്സ് പ്ലാസ്റ്റിക്കിൻ്റെ അല്ല കേട്ടോ, ഇത് കാർഡ്ബോർഡാണ്. ഒരു ടോയ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ബോക്സാണ്. ചരിഞ്ഞ് കട്ട് ചെയ്തിട്ട് അതിൽ പേപ്പറൊക്കെ ഒട്ടിച്ച് ഇങ്ങനത്തെ ഒരു സ്റ്റോറേജ് ബോക്സ് ആക്കി എടുത്ത. പ്ലാസ്റ്റിക് ബോക്സുകൾ നമുക്ക് വാങ്ങിക്കണമെന്നില്ല. നമ്മുടെ ഐഡിയ വെച്ചിട്ട് നമുക്ക് ഓരോന്ന് റീയൂസ് ചെയ്ത് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാക്കിയിട്ട് മാറ്റാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ മിക്സിയും വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ ജ്യൂസറും ഉണ്ട്. മിക്സി പിന്നെ ആവശ്യം വരുമ്പോൾ എടുത്ത് മേലെ വെക്കും, അത് കഴിഞ്ഞിട്ട് അത് തുടച്ച് താഴോട്ട് എടുത്ത് വെക്കും. ഇത്രയുമാണ് ഇതിനകത്തുള്ളത്. പിന്നെ താഴെയുള്ള ഷെൽഫിൽ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളും പിന്നെ ഏറ്റവും താഴെ ചട്ടികളും സോസ് പാനും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ തുറക്കുമ്പോൾ തന്നെ ഈ ഡോറിൻ്റെ സൈഡിൽ കുറച്ച് തവികളൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്പേസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ സിങ്കിൻ്റെ താഴെയുള്ള സ്പേസിൽ ഡോറ് തുറക്കുമ്പോൾ തന്നെ സൈഡിലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പേപ്പർ ഹാങ് ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സവാളയോ ഇഞ്ചിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ തൊലി കളയുമ്പോൾ അത് ഇതിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിലാണ് ആ തൊലിയൊക്കെ ഇടുക. എന്നിട്ട് അത് മടക്കിയിട്ട് നമുക്ക് നേരെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയിടാം അല്ലെങ്കിൽ കളയാം. അപ്പോൾ ഈ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രം എടുക്കേണ്ട കാര്യമില്ല, പാത്രം കഴുകേണ്ട കാര്യമില്ല, കൗണ്ടർ ടോപ്പും അതേപോലെ തന്നെ വൃത്തിയിടാവില്ല. അപ്പോൾ അതിനാണ് ഇങ്ങനെ പേപ്പർ. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ കലണ്ടറിൻ്റെ പേപ്പർ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിഞ്ഞ നോട്ട്ബുക്സിൻ്റെ പേപ്പറോ എന്തോന്ന് വെച്ചാൽ എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആണിയിലോ അല്ലെങ്കിൽ ഒരു ഹുക്കിലോ ഒക്കെ തൂക്കിയിട്ടാൽ മതി. പിന്നെ ഇതിനകത്ത് ഒരു സൈഡിലായിട്ട് വാഷിങ്ങിൻ്റെ സാധനങ്ങളാണ്. അതുപോലെ തന്നെ കവറുകളുണ്ട്, വേസ്റ്റ് ഇടാനായിട്ടുള്ള കവറുകളും. പിന്നെ തറ തുടയ്ക്കുന്ന ലിക്വിഡൊക്കെയാണ് ഇതിലിരിക്കുന്നത്. സോപ്പ് പൊടി, അങ്ങനത്തെ ക്ലീനിങ് ഐറ്റംസ് ഒക്കെ മൊത്തത്തിൽ നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് അതെല്ലാം കൂടിയിട്ട് കേട്ടോ. ഇനി ഈ വെച്ചിരിക്കുന്ന ഈ വലിയ ബോക്സ് ഉണ്ടല്ലോ, ഇത് കാർഡ്ബോർഡിൻ്റെ ആണ്. ഇത് ഷൂവോ മറ്റോ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഈ വലിയ കാർഡ്ബോർഡിൽ എല്ലാം കൂടിയിട്ട് ഒതുങ്ങിയിരിക്കും. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും മേലെ ക്രോക്കറി ഐറ്റംസ് ആണ് വെച്ചിരിക്കുന്നത്. ഇത് അങ്ങനെ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുള്ളൂ, ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ. ഏറ്റവും മേലത്തേക്ക് ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ കാസ്ട്രോളും പിന്നെ മേലെ കുറച്ച് സ്റ്റോറേജ് ഐറ്റംസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ കിച്ചൺ. ചെറിയ എന്തെങ്കിലും കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ കാണാൻ പറ്റും, അതിൽ കൂടിയിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അപ്പം തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.